നമസ്കാരം. സസ്പെൻഷനിലായിരിക്കുന്ന ADGP MR അജിത് കുമാറിൻ്റെ ജീവിതത്തെക്കുറിച്ച് സമഗ്രമായ ഒരു ലേഖനം എഴുതി അത് മുതിർന്ന വിദ്യാർത്ഥികളുടെ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന അധികാരം ദുർവിനിയോഗം ചെയ്താൽ, അത് ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിച്ചില്ലെങ്കിൽ എന്താണ് ഒരു വ്യക്തിക്ക് സംഭവിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് അജിത് കുമാറിൻ്റേത്. അജിത് കുമാർ സസ്പെൻഷനിലാണ്. അത് ആലപ്പുഴയിൽ രക്ഷാപ്രവർത്തനം എന്ന പേരിൽ പിണറായി വിജയനെ സുഖിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ ഒരു വൃത്തികെട്ട ഏർപ്പാടിൻ്റെ ഭാഗമായി. വാസ്തവത്തിൽ ആ കുറ്റകൃത്യത്തിന് പിണറായി വിജയന് പങ്കുണ്ടോ എന്നുകൂടി അന്വേഷിക്കേണ്ടതുണ്ട്. ഉണ്ടാവാനുള്ള സാധ്യത വിരളമാണ്. അജിത് കുമാറിൻ്റെ സ്വഭാവമനുസരിച്ച് പിണറായിയെ സുഖിപ്പിക്കാനും പിണറായിയുടെ ഗുഡ് ലിസ്റ്റിൽ ഇടം പിടിക്കാനും ഏത് നികൃഷ്ട പ്രവൃത്തിയും ചെയ്യുന്നത് ശീലമായിരുന്നു. അതുകൊണ്ടാണ് അജിത് കുമാറിന് പ്രത്യേകിച്ച് വൈരാഗ്യം ഒന്നുമില്ലാതിരുന്നിട്ടും മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നുപോയപ്പോൾ കരിങ്കൊടി കാണിച്ച 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരെ കൊണ്ട് അതിക്രൂരമായി മർദ്ദനത്തിന് ഇരയാക്കിയത്. അതുകൊണ്ടാണ് വിജിലൻസ് ഡയറക്ടറായിരിക്കുമ്പോൾ വിജിലൻസിൽ കേസൊന്നും ഇല്ലാതിരുന്നിട്ടും സ്വപ്ന സുരേഷിൻ്റെ സുഹൃത്തിനെ വീട്ടിൽ നിന്നും തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചത്. അതുകൊണ്ടാണ് നേരിട്ടൊരു പ്രശ്നവും ഇല്ലാതിരുന്നിട്ടും മറുനാടൻ്റെ ഓഫീസിൽ കയറി നിരങ്ങുകയും നൂറുകണക്കിന് കള്ളക്കേസുകളെടുത്ത് വേട്ടയാടാൻ ശ്രമിക്കുകയും ചെയ്തത്. അതിൻ്റെ ഫലമാണ് ഇപ്പോൾ അജിത് കുമാർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. രണ്ടാം പിണറായി ഭരണകാലത്ത് അജിത് കുമാർ ADGP പദവിയിലായിരുന്നെങ്കിലും DGPയേക്കാൾ ശക്തമായാണ് കാര്യങ്ങളിൽ ഇടപെട്ടത്. DGPക്ക് പോലും അജിത് കുമാറിനോട് ഒന്നും പറയാൻ കഴിയുമായിരുന്നില്ല. ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്ന അക്കാലത്തെ ആഭ്യന്തര സെക്രട്ടറി പല കാര്യങ്ങളും പറയാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. ഞാൻ CMനോട് സംസാരിച്ച് ചെയ്തോളാം എന്നായിരുന്നു പൊതുവെയുള്ള അജിത് കുമാറിൻ്റെ നിലപാട്. പക്ഷെ പിണറായി വിജയന് കാലിടറി അജിത് കുമാർ പാതാളത്തിലേക്ക് വീണു. രക്ഷാപ്രവർത്തന കേസിൽ സസ്പെൻഷനിലായതിനെതിരെ അജിത് കുമാർ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ കൊച്ചി ബെഞ്ചിനെ സമീപിക്കുകയാണ്. CAT ആ ഉത്തരവ് സ്റ്റേ ചെയ്യുമെന്നും താൻ DGPയായി തുടരുമെന്നുമുള്ള ആത്മവിശ്വാസം ഇന്നലെ വരെ അജിത് കുമാറിനുണ്ടായിരുന്നു. വാസ്തവത്തിൽ അജിത് കുമാർ പണ്ടേ ലജ്ജിച്ച് തല താഴ്ത്തേണ്ടതാണ്. കാരണം ഒരു SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനിരിക്കേണ്ട ബെവ്കോ എന്ന് പറയുന്ന മദ്യവിതരണ കമ്പനിയുടെ MD പദവി മാത്രമാണ് അജിത് കുമാറിന് സസ്പെൻഷൻ കിട്ടുന്നത് വരെ ഉണ്ടായിരുന്നത്. മറ്റൊരു പദവിയിലും ഇല്ലാതെ ബെവ്കോ MD പദവിയെങ്കിലും നിലനിർത്താൻ അജിത് കുമാർ ആഭ്യന്തരമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ കാലിൽ പിടിച്ച് യാചിച്ചതാണ്. എന്നിട്ടും ആ പദവി കൂടി നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് സസ്പെൻഷൻ ഉത്തരവിറങ്ങുന്നത്. ഉത്തരവിറങ്ങുമ്പോഴും അജിത് കുമാറിന് കൂസലുണ്ടായിരുന്നില്ല. സ്വതസിദ്ധമായ അഹങ്കാരം അജിത് കുമാറിൻ്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നു എന്ന് സഹപ്രവർത്തകർ പറയുന്നു. പക്ഷേ CAT സസ്പെൻഷൻ ഉത്തരവ് സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ചതോടെ അജിത് കുമാർ ഭ്രാന്തനെ പോലെ ആയി എന്നാണ് അജിത് കുമാറിന് പരിചയമുള്ള ഒരു പോലീസുകാരൻ ഇന്നലെ എന്നോട് പറഞ്ഞത്. ഇന്നലെ CAT സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ചപ്പോൾ മാത്രമാണ് താൻ പാതാളക്കുഴിയിൽ വീണിരിക്കുന്നു, ഇനി രക്ഷയില്ല എന്ന് അജിത് കുമാർ തിരിച്ചറിഞ്ഞത്. അതുവരെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്താതെ താൻ തിരിച്ചു വരും, താൻ പോലീസ് DGP ആവും എന്ന ഉറച്ച വിശ്വാസത്തിലായിരുന്നു. 1-2 ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ അജിത് കുമാറിന് DGP പദവിയിലേക്ക് പ്രൊമോഷൻ കിട്ടേണ്ടതാണ്. ആ പ്രൊമോഷൻ ഇനി അജിത് കുമാറിന് ഇപ്പോഴെന്നല്ല ഒരിക്കലും കിട്ടില്ല എന്ന് ഉറപ്പായിരിക്കുന്നു. ഇനി കഷ്ടി 1.5 വർഷം കൂടി മാത്രമാണ് അജിത് കുമാറിന് സേവനം ബാക്കിയുള്ളത്. ഈ കാലയളവിൽ ADGP റാങ്കിൽ സസ്പെൻഷനിൽ കഴിയാം. റിട്ടയർ ചെയ്യുമ്പോൾ സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞാൽ നല്ലത്. അല്ലെങ്കിൽ അച്ചടക്ക നടപടിയുടെ ഭാഗമായി പുറത്തേക്ക് പോവേണ്ടി വരും. പെൻഷനോ ഗ്രാറ്റുവിറ്റി അടക്കമുള്ള മറ്റാനുകൂല്യങ്ങളോ ലഭിക്കാൻ കോടതി കയറി ഇറങ്ങേണ്ടി വരും. നിരപരാധികളായ മനുഷ്യരെ വേട്ടയാടുകയും അവരുടെ പെൻഷൻ തടഞ്ഞു വെക്കാൻ കള്ളക്കേസുകൾ എടുക്കുകയും ചെയ്തതിൻ്റെ ഫലം അജിത് കുമാർ അനുഭവിക്കേണ്ടി വരും. ഇന്നലെ അജിത് കുമാർ താൻ കുറ്റക്കാരനല്ല എന്ന വാദമല്ല CATയിൽ ഉന്നയിച്ചത്. സാങ്കേതിക കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തനിക്കെതിരെയുള്ള അച്ചടക്ക നടപടിയും അച്ചടക്ക ഉത്തരവും തെറ്റാണ് എന്ന് ചൂണ്ടിക്കാട്ടാനാണ് ശ്രമിച്ചത്. തനിക്കെതിരെ അച്ചടക്ക നടപടി എടുക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്, ചീഫ് സെക്രട്ടറി അല്ല. അതുകൊണ്ട് തന്നെ ഗവർണറുടെ ഉത്തരവ് പ്രകാരം ചീഫ് സെക്രട്ടറി എന്ന നിലയിലുള്ള ആ ഉത്തരവ് അസാധുവാണ്. അത് റദ്ദാക്കണമെന്നായിരുന്നു ഒരാവശ്യം. രണ്ടാമത്തെ ആവശ്യം വെറും SP ലെവലിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ ADGP റാങ്കിലുള്ള തനിക്കെതിരെ അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയത് നിയമവിരുദ്ധമായതിനാൽ അന്വേഷണം തന്നെ റദ്ദ് ചെയ്യണമെന്നായിരുന്നു. തനിക്ക് DGP റാങ്കിലേക്ക് പ്രൊമോഷൻ ലഭിക്കാറായപ്പോൾ
അത് തടയാൻ വേണ്ടി ചിലർ നടത്തിയ ഗൂഢാലോചനയാണ് എന്നും അജിത് കുമാർ ട്രിബ്യൂണലിൽ വാദിച്ചു. എന്നാൽ സർക്കാർ ഈ വാദങ്ങളെല്ലാം ശക്തിയുക്തം എതിർത്തു. DGP റാങ്കിലിരിക്കാനുള്ള യാതൊരു യോഗ്യതയും അജിത് കുമാറിനില്ലെന്നും നിരപരാധികളെ വേട്ടയാടിയെന്നും പാവപ്പെട്ട മനുഷ്യർക്ക് നീതി നിഷേധിച്ചെന്നും അതുകൊണ്ട് ഒരിക്കലും അയാൾക്ക് പ്രൊമോഷൻ കൊടുക്കരുത് എന്നുമൊക്കെയാണ് ട്രിബ്യൂണലിൽ സർക്കാർ വാദിച്ചത്. ആ വാദം അംഗീകരിച്ചുകൊണ്ട് ഉത്തരവ് സ്റ്റേ ചെയ്യാൻ ട്രിബ്യൂണൽ വിസമ്മതിച്ചു. വാദം കേൾക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഒരു സ്റ്റേ മാത്രമായിരുന്നു അജിത് കുമാറിന്റെ പ്രതീക്ഷ. ആരോഗ്യവകുപ്പ് ഡയറക്ടർ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ സസ്പെൻഷനെതിരെ പോയപ്പോൾ അത് സ്റ്റേ ചെയ്തു കൊടുത്തിരുന്നു. എന്നാൽ ഹൈക്കോടതിയാണ് ആ സ്റ്റേ വെക്കേറ്റ് ചെയ്തത്. ഇവിടെ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അജിത് കുമാറിനോട് ആ കരുണ പോലും കാട്ടിയില്ല. അതുകൊണ്ട് തന്നെ സസ്പെൻഷന് ഇനി സ്റ്റേ ഉണ്ടാവില്ല. നേരെ മറിച്ച് അജിത് കുമാർ വാദിച്ച് ജയിക്കണം. പക്ഷേ അതിനു മുൻപ് അജിത് കുമാറിനെ കുരുക്കാൻ ഒന്നിലധികം കേസുകൾ അണിയറയിൽ രൂപം കൊള്ളുന്നു. AP ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിച്ചത് അജയ് ജൂവൽ കുര്യാക്കോസിനെയും AD തോമസിനെയും ക്രൂരമായി മർദ്ദിച്ച പോലീസ് നടപടിയെക്കുറിച്ച് മാത്രമാണ്. ആ ക്രൂരമായ മർദ്ദനം നടത്തിയ മുഖ്യമന്ത്രി ഗൺമാന്മാരെ സസ്പെൻഡ് ചെയ്തു. ആ ആക്രമണത്തിനെതിരെ പോലീസ് കേസെടുത്തപ്പോൾ ആ കേസ് അട്ടിമറിക്കാൻ അജിത് കുമാർ നേതൃത്വം കൊടുത്തു എന്നതാണ് ഇപ്പോൾ വിവാദമായതും അന്വേഷിച്ച് കണ്ടെത്തിയതും. കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥന്മാർ നൽകിയ തെളിവുകൾ, അവരുടെ മൊഴികൾ എല്ലാം അജിത് കുമാറിനെതിരായിരുന്നു. അതുകൊണ്ട് തന്നെ വ്യാജരേഖകൾ നിർമ്മിച്ച് നിരപരാധിയെ വേട്ടയാടി എന്ന പുതിയ ഒരു കേസിന് സാധ്യതയുണ്ട്. പലരും കരുതിയിരുന്നത് ഇപ്പോഴത്തെ കേസിന്റെ ഭാഗമായി സസ്പെൻഷൻ മാത്രമെന്നാണ്. എന്നാൽ അജിത് കുമാറിനെതിരെ പുതിയ കേസ് ചുമത്തിയേ മതിയാവൂ. കോഴിക്കോട് മുക്കത്തുള്ള രാജ്ഞാഥൻ അജിത് കുമാറിനെതിരെ കേസെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കൃത്യമായി നിയമവശങ്ങൾ ചൂണ്ടിക്കാണിച്ച് ആലപ്പുഴ പോലീസിൽ കഴിഞ്ഞ ദിവസം ഒരു പരാതി കൊടുത്തു. തങ്ങളുടെ മേലുദ്യോഗസ്ഥനായതുകൊണ്ട് ഈ പരാതി അവർ പൂഴ്ത്തിവെച്ചു. തുടർന്ന് അജ്ഞാതൻ മുക്കം പോലീസ് സ്റ്റേഷനിലെത്തി പുതിയൊരു പരാതി കൊടുത്തു. മുക്കം പോലീസ് അങ്ങനെ ഒരു പരാതി കിട്ടിയാൽ 0 FIR രജിസ്റ്റർ ചെയ്ത് എവിടെയാണോ സംഭവം ഉണ്ടായത് അവിടേക്ക് അയക്കേണ്ടതാണ്. എന്നാൽ മുക്കം പോലീസും അതിലൊരു നടപടിയും എടുത്തില്ല. എന്നിട്ടും ഇയാൾ വെറുതെ ഇരുന്നില്ല. കോഴിക്കോട് റൂറൽ SP സമീപിച്ച് വീണ്ടും പരാതി കൊടുത്തു. ഈ പരാതി വായിച്ച റൂറൽ SP അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. കാരണം BNS-ലെയും കേരള പോലീസ് ആക്ടിലെയും നിയമലംഘനങ്ങൾ കൃത്യമായി ചൂണ്ടിക്കാണിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കണം എന്നാണ് ആവശ്യം. റൂറൽ SP അതെന്തായാലും ആലപ്പുഴ SP-ക്ക് കൈമാറിയിട്ടുണ്ട്. ആലപ്പുഴ SP-ക്ക് അത് ആലപ്പുഴ പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറി കേസ് രജിസ്റ്റർ ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല. ഇനി അഥവാ അത്തരമൊരു വൈമുഖ്യം ആലപ്പുഴ SP-യുടെ ഭാഗത്തുനിന്നുണ്ടായാൽ മുക്കത്തെ പരാതിക്കാരൻ CMB-യുമായി കോടതിയെ സമീപിക്കും എന്നാണ് വിശ്വസനീയമായ റിപ്പോർട്ടുകൾ. അങ്ങനെ അജിത് കുമാറിന്റെ മേൽ ഒരു FIR ഏറെ വൈകാതെ ചുമത്തപ്പെടും. അങ്ങനെ FIR ചുമത്തപ്പെട്ടാൽ അതേക്കുറിച്ചുള്ള അന്വേഷണം പൂർത്തിയാകുന്നത് വരെ അജിത് കുമാർ ക്രിമിനൽ കേസിലെ പ്രതിയാകും. ഇതിനിടയിൽ തന്നെയാണ് അജിത് കുമാർ എല്ലാ തോന്നിയാസങ്ങൾക്കും നേതൃത്വം കൊടുത്ത ADGP ലോ ആൻഡ് ഓർഡർ കസേരയിൽ ഇപ്പോൾ അജിത് കുമാറിന്റെ പീഡനങ്ങൾക്ക് ഏറ്റവും ഇരയായിരിക്കുന്ന P. വിജയൻ കയറിയിരിക്കുന്നത്. P. വിജയനുമായി ബന്ധപ്പെട്ട 2 കേസുകളാണ് ഈ ദിവസങ്ങളിൽ ചാർജ് ചെയ്യപ്പെടാൻ പോകുന്നത്. P. വിജയൻ ഭീകരവിരുദ്ധ സ്ക്വാഡിന്റെ ചുമതലക്കാരനായിരുന്നപ്പോൾ ട്രെയിൻ സ്ഫോടന കേസിലെ പ്രതികളുടെ വിശദാംശങ്ങൾ അന്വേഷിച്ചത് ഭീകരവാദികളെ രക്ഷിക്കാൻ വേണ്ടിയാണ്, രാജ്യദ്രോഹ കുറ്റമാണ് ചെയ്തത് എന്ന് പറഞ്ഞ് കള്ളക്കേസ് ചുമത്തി സസ്പെൻഡ് ചെയ്തിരുന്നു. ഇതിനെതിരെ വിജയൻ കൊടുത്ത പരാതിയിൽ ഒരു ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടും. മാത്രമല്ല P. വിജയൻ സ്വർണ്ണക്കടത്തും മാഫിയയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞ് അജിത് കുമാർ DGP-ക്ക് മൊഴി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്തതിനെതിരെയും വിജയന്റെ പരാതി നിലവിലുണ്ട്. അതിന്റെ പേരിൽ മൊഴി കൊടുക്കാൻ അബ്ദുൾ റഹീം എന്ന DYSP റെഡിയായി വന്നിരിക്കുന്നു. അതിന്റെ പേരിലും ഈ ദിവസങ്ങളിൽ കേസുണ്ടാവുമെന്ന് ഉന്നത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. ഇങ്ങനെ 3 ക്രിമിനൽ കേസുകൾ അജിത് കുമാറിനെതിരെ ഈ ദിവസങ്ങളിൽ ചുമത്തപ്പെടുകയാണ്. ഒപ്പമാണ് തിരുവനന്തപുരത്ത് ഒരു ഫ്ളാറ്റ് വാങ്ങി 15 ദിവസം കൊണ്ട് ഇരട്ടി വിലയ്ക്ക് വിറ്റതുമായി ബന്ധപ്പെട്ട വിജിലൻസ് കോടതിയിലെ തുടർ നടപടികൾ. ഇത്തരത്തിൽ അജിത് കുമാർ ക്രിമിനൽ കേസിലും വിജിലൻസ് കേസിലും പ്രതിയാകുന്നതോടെ ഇനി അങ്ങോട്ട് CAT വിചാരിച്ചാലും സഹായിക്കാൻ കഴിയാത്ത അവസ്ഥ രൂപപ്പെടും. ഇതിനിടയിൽ തന്നെ പൂരം കലക്കൽ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണവും സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. പൂരം കലക്കി സുരേഷ് ഗോപി ജയിക്കാനുള്ള സാഹചര്യം ഒരുക്കിക്കൊടുത്തു എന്ന ആരോപണം അന്ന് തന്നെ LDF-ൽ ഉയർന്നിരുന്നു. LDF സ്ഥാനാർത്ഥിയായിരുന്ന സുനിൽ കുമാറിന്റെ തോൽവിയുടെ ഉത്തരവാദിത്തം
അത് അജിത് കുമാറിനാണ് എന്നാണ് CPI പൂർണ്ണമായും വിശ്വസിക്കുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് നിവൃത്തികെട്ട് പിണറായി വിജയനെ അജിത് കുമാറിനെ എക്സൈസ് കമ്മീഷണർ സ്ഥാനത്തേക്ക് മാറ്റേണ്ടി വന്നത്. RSS നേതാവ് ദത്താത്രേയ ഹൊസബള്ളയെ അജിത് കുമാർ കണ്ടതും പൂരവുമായി ബന്ധപ്പെട്ട വിവാദവും കൂട്ടിവായിച്ച് CPI അജിത് കുമാറിനെതിരെ തിരിഞ്ഞിരുന്നു. പൂരം നടക്കുന്ന ദിവസം സ്ഥലത്തുണ്ടായിട്ടും പൂരത്തിന്റെ പ്രതിസന്ധി സൃഷ്ടിക്കാൻ അജിത് കുമാർ ബോധപൂർവം സൃഷ്ടിച്ചെന്നും മന്ത്രി രാജൻ വിളിച്ചിട്ട് പോലും ഫോൺ എടുത്തില്ല എന്നുമുള്ള ആരോപണമാണ് അന്ന് സജീവമായത്. ഇതേക്കുറിച്ചും അന്വേഷണം ഉണ്ടാവുമെന്നാണ് റിപ്പോർട്ടുകൾ. LDF പോലും RSS ഏജന്റ് എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ അജിത് കുമാറിനെ UDF എന്തായാലും സഹായിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ നിരവധി കേസുകളിൽ കുടുങ്ങി അജിത് കുമാർ എന്ന ADGP സേനയുടെ പുറത്തേക്ക് തന്നെ നീങ്ങുന്ന സാഹചര്യം രൂപപ്പെടുന്നു. അജിത് കുമാറിനെതിരെയുള്ള ക്രിമിനൽ കേസുകളിൽ ചിലത് അജിത് കുമാറിനെ അഴിയെണ്ണിച്ചാൽ പോലും അതിശയിക്കേണ്ടതില്ല എന്ന് വിശ്വസിക്കുന്നവർ ഏറെയാണ്. കേരള പോലീസിന് സർവാധികാരിയായി പിണറായിയുടെ മൂടുതാങ്ങി നിരപരാധികളായ മനുഷ്യരെ വേട്ടയാടിയ അജിത് കുമാർ ആകെ തകർന്ന് ഭ്രാന്തനെ പോലെ കഴിയുന്നു എന്നാണ് അജിത് കുമാറിനെ അറിയാവുന്ന ചില പോലീസുകാർ വെളിപ്പെടുത്തുന്നത്. എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. ഇനി സസ്പെൻഷനിലും കുറ്റാരോപണത്തിലും കോടതിയും പോലീസും കയറി നടക്കേണ്ട ഗതികെട്ട അവസ്ഥയിലേക്ക് മാറിയെന്ന് അജിത് കുമാർ തിരിച്ചറിയുകയും ആരും തന്നെ രക്ഷിക്കില്ല എന്ന ഉത്തമ ബോധ്യത്തിലേക്ക് മാറുകയും ചെയ്തു എന്ന് അജിത്തിനെ അറിയാവുന്നവർ പറയുന്നു. അത് ഇനിയുള്ള അജിത് കുമാറിന്റെ ജീവിതം കഷ്ടകാലം മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ഉന്നത പദവിയിലെത്തുന്നയാൾ അവർക്ക് കിട്ടിയ അവകാശം ദുരുപയോഗിച്ചാൽ എന്തു സംഭവിക്കും എന്നതിൻ്റെ ഉദാഹരണമായി അജിത്തിന്റെ ഈ വൻ വീഴ്ചയുടെ കഥ പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തണം എന്ന് ചിലരെങ്കിലും ആവശ്യപ്പെടുന്നത്.